പരിവാഹൻ തട്ടിപ്പ് കേസിൽ പിടിയിലായ പ്രതികൾ രാജ്യത്ത് സൈബർ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന വൻ സംഘമെന്ന് കണ്ടെത്തൽ. പിടിയിലായ 3 പേരുടെയും അക്കൗണ്ടിൽ എത്തിയത് ലക്ഷങ്ങൾ. തട്ടിപ്പിന് ഇരയാകുന്നവരുടെ ഫോണിലെ ആപ്പുകൾ പ്രതികളുടെ ഫോണിൽ ലഭിക്കും. UP, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, ഉത്തർപ്രദേശ് സ്വദേശികളായ മനീഷ് യാദവ്, അതുൽ യദുവൻഷി എന്നീ 2 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഇനി പിടിയിലാകാനുള്ള ഒരാൾ 16 വയസ്സുകാരനാണ്. ഇവർ പരിവാഹന്റെ പേരിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ പോലീസ് വിശദമായി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ പരിവാഹന്റെ പേരിൽ മാത്രമല്ല രാജ്യത്ത് നടന്നിട്ടുള്ള സൈബർ ക്രൈമുകളിൽ പ്രധാന പങ്കുവഹിച്ച ആളുകളാണ് ഈ 2 പേരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബ്ലാക്ക് മെയിലിംഗ്, ഒപ്പം തന്നെ അശ്ലീല സന്ദേശങ്ങൾ അയച്ച ആളുകളിൽ നിന്ന് പണം തട്ടുക, അങ്ങനെ നിരവധി തട്ടിപ്പുകൾ ഇവർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ലക്ഷങ്ങൾ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു പോയിരുന്നു എന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 16 വയസ്സുകാരനാണ് ഈ തട്ടിപ്പിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത് എന്നുള്ളതായിരുന്നു. ഈ 16 വയസ്സുകാരൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. പക്ഷേ വെസ്റ്റ് ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഈ ആപ്പ് നിർമ്മിച്ചതും ആപ്പിൻ്റെ IP അഡ്രസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിരുന്നത് വെസ്റ്റ് ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഇയാൾക്കടക്കം ലക്ഷങ്ങൾ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തി. മാത്രമല്ല ആഡംബര ജീവിതമായിരുന്നു പ്രതികൾ നയിച്ചിരുന്നത്. ഇവർക്ക് നിരവധി ട്രക്കുകൾ ഉണ്ടായിരുന്നു, വീടുകൾ നിരവധി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തട്ടിച്ച് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിച്ചു പ്രതികൾ എന്നുള്ളതാണ്. എന്തായാലും ഈ 16 വയസ്സുകാരന് പോലീസ് നോട്ടീസ് നൽകുന്നുണ്ട്. ഇയാളെ വിളിച്ചു വരുത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 പേരും കേരളത്തിൽ നടത്തിയത് 700ഓളം തട്ടിപ്പുകളാണ് ഈ പരിവാഹന്റെ പേരിൽ. പക്ഷേ ഈ തട്ടിപ്പ് മാത്രമല്ല, ഇവർ നിരവധി മറ്റ് തട്ടിപ്പുകൾ നടത്തിയിരുന്നു. രാജ്യത്ത് ഇത്തരം സൈബർ തട്ടിപ്പുകളിൽ പ്രധാനിയാണ് ഇവരെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.